ഹലോ, ഇന്ന് ഉച്ചയ്ക്ക് രസവും സാലഡും അച്ചാറും ഒക്കെ കൂട്ടി ചെറിയൊരു ഊണാണ്. അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പം നല്ലൊരു രസം കൂട്ടി ചോറിനാനായിട്ട് ഭയങ്കര ആഗ്രഹം. ഞാനിവിടെ ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രസമാണ്. അപ്പോൾ ആ രസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ പൈനാപ്പിളൊക്കെ ഇട്ട് എല്ലാവരും അങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒരു സാലഡ് അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ സാലഡും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, അപ്പം ആദ്യം മസാല നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകം, കുരുമുളക്, മുഴുവൻ മല്ലി, ഇഞ്ചി, ഒരു കഷ്ണം പച്ചമുളക്, പിന്നെ കുറച്ച് 2 വറ്റൽമുളക്. നമ്മൾ 4 വറ്റൽമുളക് യൂസ് ചെയ്യും. ഇത് രണ്ടും ഇങ്ങനെ മുറിച്ചിടാൻ വേണ്ടിയിട്ടാണ് കടുക് വറക്കുമ്പോൾ. ഇത് ഒന്ന് ക്രഷ് ചെയ്യണം. ഇതൊന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ഒരൊറ്റ പൾസ് ചെയ്ത് എടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ചതഞ്ഞെടുക്കണം. ഇത്രയും സാധനങ്ങൾ. ഓക്കെ, മസാല അത്രയും സാധനങ്ങൾ ഇതേ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളിയും, നമ്മൾ ചെറിയുള്ളി ഇടൂല കേട്ടോ. ചിലവർ രസത്തിന് ചെറിയുള്ളി ഇടും. ഞാൻ ചെറിയുള്ളി ഇടാറില്ല. മസാല നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുമക്കും. ഇത്രയും വെളുത്തുള്ളി ജസ്റ്റ് ഇട്ടിട്ട് ഒറ്റ പൾസ്, ഭയങ്കരമായിട്ട് ചതഞ്ഞും പോവരുത്, അരഞ്ഞും പോവരുത്. ചതയാ കാണുന്നുണ്ട്, അങ്ങനെ ഇടണം. ചിലവർ ഈ വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ടിടും. തൊലിയോട് കൂടിയിട്ടിടുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി. എനിക്ക് പേഴ്സണലി ആ ഫ്ലേവറാണ് ഇഷ്ടം. തൊലിയോട് കൂടിയിട്ട് ഇങ്ങനെ ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇത്രയും പൊടിച്ച് വെച്ചാൽ പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്താൽ മതി. അപ്പോൾ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രസമാണ്. ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി കഴിയുമ്പം വെളിച്ചെണ്ണയും ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് വറ്റൽ മുളകും കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിക്കുക. ഈ ചട്ടി നന്നായി ചൂടായിട്ട് വേണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാൻ, അല്ലെങ്കിൽ അത്ര ശരിയാവില്ല. എന്നിട്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക. ആ പച്ചമുളക് ഒന്ന് മൂത്തിട്ട് കറിവേപ്പില ഒന്ന് ഉണങ്ങി വരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ചിട്ട് വെച്ചിട്ടുള്ള ആ മസാല ഉണ്ടല്ലോ, ഇതാണ് രസം മസാലയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന. വേറെ എക്സ്ട്രാ മസാലകളൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. ഇതങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഇത് നമ്മൾ പച്ചയ്ക്ക് എടുത്തിട്ട് പൊടിച്ച മസാലയാണ്. അപ്പോൾ അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറിയിട്ടൊന്ന് വരണ്ട് വരണം. ഇത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ സ്മെല്ല് നമുക്ക് നന്നായിട്ട് കിട്ടും. ഇതിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും തന്നെ നമുക്ക് രസത്തിൻ്റെ സ്മെല്ല് നന്നായി കിട്ടി തുടങ്ങും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇട്ട് വഴറ്റി കരിഞ്ഞു പോകരുത്. ഒന്നാമത് നമ്മൾ വറ്റൽമുളകൊക്കെ ഇട്ടിട്ടാണല്ലോ വഴറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പച്ചമുളക് കീറിയിട്ട് ഇടുക. ഇത് ഓപ്ഷണലാണ്, വേണം കിട്ടാൽ മതി. അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ രസം കുടിക്കുമ്പോൾ ഇങ്ങനെ ഇത് വെന്തിട്ട്, ഈ മുളക് വെന്തിട്ട് ഇതിങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് അരച്ച് ചേർത്താലും ഞാൻ അതിൻ്റെ കൂടെ ഇതൊരെണ്ണം കീറിയിടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഈ മസാല വഴണ്ടി വരുമ്പം 3 മീഡിയം സൈസ് തക്കാളിയാണ്, ഇതങ്ങോട്ട് അരച്ചൊഴിക്കുക. എന്നിട്ട് കഴിഞ്ഞിട്ടില്ല, ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വന്നിട്ട് ഒരു തക്കാളി അരിഞ്ഞിടുക. നമ്മൾ മുളക് ചെയ്ത പോലെ തന്നെ തക്കാളി ഇതേപോലെ ഒരെണ്ണം ഇങ്ങനെ കഷ്ണമായിട്ട് വെന്ത് കിടക്കുന്നത് ഈ രസത്തിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 3 അരച്ചൊഴിക്കുകയും വെള്ളമൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് തക്കാളി മാത്രമായിട്ട് അരച്ചിട്ട്. ഈ ഒരു പച്ചമുളകാണ് അരച്ചത്, ബാക്കി ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതേപോലെ 3 തക്കാളിയാണ് അരച്ചത്, ഒരു തക്കാളി കീറിയിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഉടഞ്ഞ് വരുന്ന സമയം മാത്രമാണ് ഈ രസത്തിന് ഇച്ചിരി ടൈം എടുക്കുകയുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്നാവും. പൊടി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി അരച്ചൊഴിച്ചാൽ മതി. അപ്പോൾ ഇനി ഇതൊന്ന് വേവണം. അപ്പോഴേക്കും ഞാൻ പുളിയും ശർക്കരയും കൂടി തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. തിളച്ച വെള്ളത്തിൽ പുളിയും കുറച്ച് ശർക്കര, നിങ്ങൾക്ക് രസത്തിന് ചെറിയൊരു മധുരമുള്ളത് നല്ലതാണ്. നമ്മളിതിൽ കുരുമുളക് പൊടിയും പച്ചമുളകും ആണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. വറ്റൽമുളക് ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ നിൽക്കും. ഇച്ചിരി ഒരു പൊടിക്ക് ശർക്കരയും പുളി, എനിക്ക് ശർക്കര അല്ലാതെ ഇതിലിടുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് പുളിയുടെ കൂടെ ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് രണ്ടും കൂടെ അരിച്ചിട്ട്, നമ്മൾ രസത്തിന് പുളിവെള്ളം ഒഴിക്കില്ല, ആ സമയത്ത് ഇത് രണ്ടും കൂടി ഉള്ള മിക്സ് ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്, മറ്റേ വെറും പുളിവെള്ളം ഒഴിക്കുന്നതിനേക്കാളും കേട്ടോ. ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട്, അതിലുണ്ടായിരുന്ന വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ കണ്ടോ, നല്ല ഉടഞ്ഞിട്ടുണ്ട്. ഇത് മതി.
അപ്പോൾ ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് എത്ര വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഭയങ്കര സുറുസുറൂന്ന് ഞാൻ ഉണ്ടാക്കാറില്ല, കുറച്ചൊരു കട്ടിക്കാണ് രസം ഉണ്ടാക്കാറുള്ളത്. എന്ന് വെച്ചാൽ ഭയങ്കര കുറുക്ക് പോലെയല്ല. അപ്പോൾ ഇച്ചിരി കൂടെ ചൂടുവെള്ളം ഒഴിക്കുക, അത് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ചിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇടാം. കാരണം നമ്മൾ ശർക്കരയും കൂടി ഇട്ടിട്ടാണ് ഇതിൽ ഉപ്പിടുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാം. ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിക്കണം. ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കായത്തിൻ്റെ പൊടി, നിങ്ങൾ കായത്തിൻ്റെ കട്ടയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ നമ്മൾ മസാല ഇട്ടില്ലേ ആ സമയത്ത് ഇട്ടിട്ടൊന്ന് വറക്കണം, മസാല വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അല്ല പൊടിയാണെങ്കിൽ ഈ സമയത്ത് ഇട്ടാൽ മതി. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അവസാനം ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് മല്ലിയില തിളയ്ക്കുമ്പോഴരുത്. അപ്പോൾ ഒരു വാടിയ ചുവ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ സംഭവം കഴിഞ്ഞു, ഇനി ഓഫ് ചെയ്താൽ മതി. ഇനി ഒരു സാലഡും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്നലത്തെ എരിശ്ശേരി ഇരിപ്പുണ്ട് കുറച്ച്. അപ്പോൾ രസം, പൈനാപ്പിളും സവോളയും ഒക്കെ ഇട്ടുള്ളൊരു ചെറിയ സാലഡാണ്, അതും എരിശ്ശേരി. രസമൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് 2 പാഴ്സൽ വന്നിട്ടുണ്ട്. പാഴ്സൽ വന്നാൽ പിന്നെ എനിക്ക് അപ്പം തന്നെ പൊട്ടിക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനമില്ല. എന്താണ് അതിൻ്റെ ഉള്ളെന്ന് അറിയാതെ എനിക്ക് ഒരു മനസ്സമാധാനം പിന്നെ കിട്ടില്ല. അപ്പം ഞാൻ അത് പൊട്ടിക്കാൻ പോവാണ്. ഞാൻ കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നപ്പോഴാണ് എനിക്ക്, പക്ഷേ സന്തോഷമാണ്, പാഴ്സൽ വരിക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണല്ലോ. പക്ഷേ എനിക്ക് എന്താണെന്ന് ഓർമ്മയില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഓർഡർ ചെയ്തുകൊണ്ട് എന്താ സാധനം എന്നൊന്നും ഓർമ്മയില്ല. കമ്മൽ. ഇത് ആക്ച്വലി ഭയങ്കര ക്വാളിറ്റി ഉള്ള കമ്മലാണ്, പക്ഷേ കുറച്ച് വെയിറ്റാണ്. അതാണ് എൻ്റെ മുഖം ഭാവം മാറിയത്. അന്തം വിട്ട് നിൽക്കുകയാണ് അതിൻ്റെ വലിപ്പം കണ്ടിട്ട്. നല്ല വെയിറ്റ് ഉണ്ട് ആക്ച്വലി. എനിക്കൊരു കല്യാണം വരുന്നുണ്ട് ഈ ഇടയ്ക്ക്, അപ്പോൾ ഈ അടുത്ത്, അപ്പോൾ അതിന് ഇടാൻ വേണ്ടിയിട്ട്, സാരിയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം ഭയങ്കര ഹെവിയാണ്. ഇത്രയും വലുത് ഞാൻ ഇട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇടുമോ എന്ന് വെച്ചാൽ ഞാൻ ഇട്ടില്ല കേട്ടോ, അപ്പോൾ അറിയില്ല. പക്ഷേ ഭയങ്കര അടിപൊളിയാണ്, ക്വാളിറ്റി അടിപൊളിയാണ്. എന്താവുമെന്നറിയില്ല. അപ്പം അടുത്ത പാഴ്സൽ. ഇത് ചായയുടെ അരിപ്പയാണ് കേട്ടോ. ഇത് ഇവിടെ ഉണ്ടായിരുന്നത് നശിച്ച് നാറാണക്കള്ളായപ്പോൾ ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിച്ചു. അതൊക്കെ പൊളിച്ച് നിന്ന് കണ്ട് ആസ്വദിച്ചിരുന്നുകൊണ്ട് ഇരുന്നപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ കഞ്ഞി വറുത്തില്ലെങ്കിൽ കഞ്ഞി ആയിട്ട് തന്നെ കുടിക്കേണ്ടി വരും, ചോറായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് കഞ്ഞി വെന്തോ നോക്കുകയാണ്. എനിക്ക് പണ്ട് വാർക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ. വാർക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ചൂടാണ്, എനിക്ക് പൊതുവേ ചൂട് ഭയങ്കര പേടിയാണ്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ കഞ്ഞി വാർക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാനതിൽ എക്സ്പേർട്ടാണ്. അപ്പം ഞാൻ എടുത്ത് വെച്ചത് കഞ്ഞിവെള്ളമാണ്. ഇവിടെ എല്ലാവർക്കും കഞ്ഞിവെള്ളം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെ കുടിക്കില്ല, അത് കുറച്ചെടുത്ത് വെച്ചിട്ട് അത് നേർപ്പിച്ച് ചൂടുവെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ടാണ് കുടിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എടുത്ത് കുടിക്കുക, ചിലവുള്ള കാര്യമാണ് കഞ്ഞിവെള്ളം. അപ്പം നമ്മൾ വാർക്കുന്നതിന് മുന്നേ കഞ്ഞി വെള്ളം എടുത്ത് വെക്കും. അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് കുടിക്കാൻ പോവാണ്. എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ ഒഴിക്കില്ല, എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുന്നത്. ഇത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ മൊമെൻ്റാണ് കഞ്ഞിവെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. ഞാൻ വാർക്കാൻ പറ്റും. രസം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടണം. അപ്പോൾ ഭയങ്കര ചൂടുള്ള സമയത്ത് മല്ലിയില ഇടരുത്, ചൂടൊന്നാറി ചെറിയ ചൂടുള്ള സമയത്ത് മല്ലിയില ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സാലഡും കൂടെ ഉണ്ടാക്കാം. സവോളയും പൈനാപ്പിളും ഒക്കെ ഇട്ടുള്ളൊരു സാലഡാണ്. അപ്പോൾ അതിന് സവോള, ഇത് ഒരു മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞതാണ്. ഇനി ഇതൊന്ന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിതിൽ ഉപ്പിട്ടിട്ടുണ്ട്. കൈ നന്നായി വൃത്തിയായിട്ട് കഴുകിയിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയിട്ട് ഇതൊന്നൊരു ചെറിയ രീതിയിൽ കുറച്ച് വെള്ളം വരും. അപ്പോൾ അത് അങ്ങ് പോയിക്കഴിഞ്ഞാൽ, നീര് പോയിക്കഴിഞ്ഞാൽ മറ്റേ ഒരു എരിവുണ്ടാവില്ലേ, ഒരു ചവർപ്പ്, അതുണ്ടാവില്ല. ഈ സാലഡ് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളൊരു സാധനമാണ്. നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള ഉള്ളി വേണം എടുക്കാനായിട്ട്. പിന്നെ പൈനാപ്പിൾ, അതെങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ കുറച്ചും കൂടെ വലിയ രീതിയിലാണ്, ഇത്തിരിയും കൂടെ ചെറിയ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതിലേക്ക് ഞാൻ ഫ്രിഡ്ജിൽ കണ്ടപ്പോൾ ഞാൻ ഇട്ടതാണ് ക്യാരറ്റും പച്ചമുളകും. ഇത് ക്യാരറ്റില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പച്ചമുളക് നിർബന്ധമാണ് കേട്ടോ. ഇത് ഒരു പുളി, മധുരം, എരിവ് ഒക്കെ ഉള്ളൊരു ഒരു സാലഡാണ്. നമ്മൾ കട്ട്ലറ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്, ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്, അപ്പത്തിൻ്റെ കൂടെ അടിപൊളിയാണ്, ചൊറുക്കൊക്കെ ഒഴിച്ചുള്ളൊരു സാലഡാണ്. ഇത് പൈനാപ്പിൾ കുറച്ചും കൂടെ ചെറുതായിട്ട് എരിയുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടും. അതിലേക്ക് മുടങ്ങാതെ, അല്ലെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് ഇടേണ്ട ഒരു സാധനമാണ് മല്ലിയില നിർബന്ധമായിട്ട് ഇടണം. കുറച്ചിട്ടാൽ മതി. ബാക്കി ഞാൻ രസത്തിലേക്ക് ഇടാൻ പോകാം കേട്ടോ. രസത്തിലേക്കും ഈ പറഞ്ഞ പോലെ രസം നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് തിളച്ച് ചൂടൊക്കെ മാറിയിട്ട് വേണം മല്ലിയില ഇടാൻ. എന്നിട്ട് ഇത് കൈകൊണ്ട്
രസമല്ല കേട്ടോ, സാലഡ് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് കൈ കൊണ്ട് തന്നെ അത് മിക്സ് ചെയ്താലാണ് എരിയും. കൈ നന്നായി നീറും, പച്ചമുളകിന് എരിവുണ്ടെങ്കിൽ നീറും, പക്ഷേ അങ്ങനെ തന്നെ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പാത്രത്തിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ. എനിക്കപ്പോൾ ക്ലീനാക്കി പോയി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ക്ലീനായിട്ടുള്ള സ്ഥലങ്ങളിൽ കുക്ക് ചെയ്യാൻ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ സമയം കൊണ്ട് സുർക്ക ഒഴിച്ചു. സുർക്ക വിനീഗർ, വൈറ്റ് വിനീഗറാണ്, നോർമൽ വൈറ്റ് വിനീഗർ. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഉപ്പിടും. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ സവോള തിരുമ്മുമ്പോൾ ഇച്ചിരി ഉപ്പിടും. അതല്ലാണ്ട് എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടണം. ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രസ് ചെയ്തങ്ങ് വെക്കുക. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ സാധനവും ഒക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് അത് അടിപൊളിയായിട്ട് വരും. ഇത് അടിപൊളിയാണ്. എരിവുണ്ട്, മധുരമുണ്ട്, പുളിയുണ്ട്. ഞാൻ സുർക്ക കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി സുർക്ക ആഡ് ചെയ്യാം. അടിപൊളിയാണ്. കാണിച്ചു തരാം. സവോളയും പൈനാപ്പിളും എല്ലാം കൂടി എടുത്തിട്ട് എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ ചോറിനാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയ രസവും സാലഡും പിന്നെ എരിശ്ശേരിയല്ല, ചേനയാണ്. ചോറെടുത്തു. ചേന, എരിശ്ശേരിയല്ല, ചേനയാണ്. ഒരച്ചാറ് കൂടെ ഉണ്ടെങ്കിൽ ആഡംബരമായി പോവും. ഇത് തന്നെ എരു, മധുരം, പുളി. ചേന ഉളർത്തിയതാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ.